ഹലോ ഗായ്സ്, നമുക്കൊരു മലയാള സിനിമ റിവ്യൂ കണ്ടാലോ? അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ കാണാൻ പോയ ഒരു സിനിമയാണ് നമ്മുടെ ബസീൽ ജോസഫിൻ്റെ നുണക്കുഴി. അപ്പോൾ വലിയ ഇതൊന്നുമില്ല, പണിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി ടയർഡായിട്ടുള്ളപ്പം ഓക്കെ വീക്കെൻഡിൽ നമുക്കൊരു സിനിമ കാണാൻ പോകാമെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയ ഒരു സിനിമയായിരുന്നു നുണക്കുഴി. അപ്പം കോമഡി പടമാണ്, ഒത്തിരി റിവ്യൂ ഒന്നും കേട്ടില്ല. ഓക്കെ പടമാണ്, ചിരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയ സിനിമയായിരുന്നു നുണക്കുഴി. സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ലതായിരുന്നു. പടത്തിന് പോയി കുറച്ച് എൻ്റെ ഒപ്പീനിയൻ വെച്ച് പറയുമ്പോൾ അത്ര ചിരിക്കാനുണ്ടായിരുന്നു, പക്ഷേ കോമഡീസ് അത്ര എഫക്റ്റ് ആയില്ല. ഫുൾ സിനിമ ഫുൾ കോമഡി ഫ്ലോയിലാണ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ചില കോമഡിയൊന്നും അത്രയ്ക്ക് വർക്കായിട്ടില്ലെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. എന്നാലും ഒരു വീക്കെൻഡിനൊക്കെ പോയിരുന്ന് കാണാനുള്ള ഒരു നല്ല പടമായിരുന്നു. അപ്പം ഒത്തിരി ടയർഡായിട്ടൊക്കെ ഇരുന്നുകൊണ്ട് ഓക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സിനിമയ്ക്ക് പോകാമെന്ന് ഉദ്ദേശിച്ച് പോയത് കൊണ്ടും ഒരുവിധം ഓക്കെ ആയിരുന്നു പടം. വലിയ ത്രില്ലിങ് എന്നൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കറിയാം എന്താ സംഭവിക്കുന്നത് എന്ന്. സ്റ്റാർട്ടിങ് തൊട്ടേ എങ്ങനെയൊക്കെ ആൾക്കാർ പുതിയ പുതിയ വള്ളികൾ പിടിക്കുന്നു, അതിൽ നിന്ന് ഊരിപ്പോരാൻ എങ്ങനെയൊക്കെ ശ്രമിക്കുന്നു, അതിലിടയ്ക്ക് നടക്കുന്ന ഫാമിലിയുടെ ഇടയിലുള്ള കോമഡീസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ സിനിമയിൽ. അപ്പം ഒരു എൻ്റർടൈൻമെൻറ്റ് പടം. അപ്പം വലുതായിട്ടൊന്നും പറയാനില്ല, ചുമ്മാ ഒരു പ്രാവശ്യം കാണാം. പിന്നെ ഇത് ജിത്തു ജോസഫിൻ്റെ പടമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആ ഓരോരോ പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ തിരിച്ചും മറിച്ചും പറയുന്നതും ജസ്റ്റ് സീക്രട്ടായിട്ടുള്ളത്, അതായത് പോയിൻറ്റ്സ് ഒരു സ്ഥലത്ത് പറയുന്നത് മാറ്റി മറിച്ച് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കത് ആ ഡയറക്ടറിൻ്റെ ഇത് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ സീരിയസ് ആയിട്ടല്ല, ജസ്റ്റ് കോമഡി ആയിട്ട്. എന്നാലും പടം തീർത്തത് ഒരു സെക്കൻഡ് പാർട്ട് വരുന്ന പോലെയൊക്കെയാണ് തീർത്തിരിക്കുന്നത്. അപ്പം പക്ഷേ സെക്കൻഡ് പാർട്ടിനുള്ള കഥ ഉണ്ടാവുമോ എന്നറിയില്ല. എന്നാലും നല്ല ക്ലൈമാക്സിലൊരു സീൻ. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, കമ്പാരിറ്റീവ്ലി പണ്ടത്തെ സിനിമയൊക്കെ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഉള്ള ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലിംഗ്, പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ എനർജി ആയതാണ്. അല്ല സിനിമകളിലൊക്കെ തന്നെയും അവർക്ക് കൂടുതൽ എനർജറ്റിക്കായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ 2 സീനുണ്ട്. രണ്ട് ഹീറോയിൻസ് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം 2 പേർക്കൊരു ഫൈറ്റല്ല, അപ്പം അവരുടെ ഒരു ഇതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പോലെ 2 സീൻസ്. അപ്പം അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അത് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് അവസാനത്തെ സീനിലായാലും ഇടയ്ക്ക് വരുന്ന ഒരു സീനിലായാലും. ഒരു സീനിൽ ഹീറോയിൻ ചവിട്ടുന്നതും ഇരിക്കുന്ന ആളെ ചവിട്ടുന്നതും പിന്നെ അവസാനം ലാപ്ടോപ്പ് വെച്ച് അടിക്കുന്നതും. സോ അടി കൊള്ളുന്നത് നമ്മൾ കാണുന്നില്ല, എന്നാലും ആ ഒരു സ്ട്രെങ്ത് അതിൽ എനിക്ക് കാണാൻ പറ്റിയായിരുന്നു. ആ ഒരു കമ്പാരിറ്റീവ്ലി പണ്ടത്തെ സിനിമകളിലൊക്കെ മോസ്റ്റ്ലി ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഒത്തിരി സോഫ്റ്റായിട്ട് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് വരുമ്പോൾ ഇതിൽ ഒരു സ്ട്രെങ്ത്, അത് ഈ സിനിമയെന്നല്ല ഇപ്പോഴത്തെ പല സിനിമകൾ എടുത്ത് നോക്കിയാലും പെണ്ണുങ്ങളുടെ ആ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ സോഫ്റ്റ് അല്ല എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെനിക്കൊരു ഡിഫറൻസ് ആയിട്ട് തോന്നി. അല്ലാതെ മൊത്ത പടവും ഒരു നല്ല ടൈം പാസിനുള്ള ഒരു നല്ലൊരു പടമാണ്. ഒരിക്കൽ വൺ ടൈം വാച്ചിന് നല്ല പറ്റിയ പടമാണ്. അപ്പം വേറൊരു പടമായിട്ട് ഞാൻ പിന്നെ വരാം. Until then, bye.